ഇന്ത്യൻ ടി-20 ക്രിക്കറ്റ് ടീമിലെ ഓപ്പണർ റോളിനായുള്ള പോരാട്ടം ശക്തമാവുകയാണ്. വൈഭവ് സൂര്യവംശിയുടെ വരവോടെ ടി-20യിലെ ഓപ്പണർ സ്ഥാനം ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ ടീം മാനേജ്മെന്റിനും ആശങ്കക്കുഴപ്പമാണ്. നിലവിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമാണ് ടി-20യിലെ ഇന്ത്യയുടെ പ്രധാന ഓപ്പണർമാർ. എന്നാൽ വൈഭവ് സൂര്യവംശി വളർന്നു വന്നതോടെ തന്നെ ടീം മാനേജ്മെന്റ് യുവതാരത്തിന് പിന്തുണ നൽകുന്നു എന്നതുകൂടി മനസ്സിലാവുന്നുണ്ട്. 15-കാരനായ വൈഭവ് സൂര്യവംശിയെ ഓപ്പണർ റോളിൽ കൂടുതൽ പിന്തുണച്ചു വളർത്തുമ്പോൾ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ എന്നിവരിൽ ഒരാൾക്ക് വഴിമാറി കൊടുക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിൽ ആരുടെ സീറ്റാകും പോവുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ മാറുന്നതെന്നതും കൂട്ടിച്ചേർക്കാൻ പറ്റുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അഭിഷേകും സഞ്ജുവും തമ്മിലുള്ള സമീപകാലത്തെ പ്രകടനങ്ങൾ മോശമാണെന്ന് തന്നെയാണ് പറയുന്നത്. അത് എടുത്തു പറയേണ്ടതാണെന്ന് കൂടി പറയുന്നു. ഇപ്പോഴിതാ ഓപ്പണർ റോളിലെ സീറ്റ് ഉറപ്പിക്കാൻ ബാറ്റിങ്ങിന് പുറമെ ബൗളിംഗിലേക്കും കടന്നിരിക്കുകയാണ് അഭിഷേക് ശർമ്മ. അഭിഷേക് ശർമ്മ തന്റെ പിതാവിനൊപ്പമാണ് സ്പിൻ മെച്ചപ്പെടുത്താൻ പരിശീലനം നടത്തുകയും ചെയ്യുന്നത്. യുവരാജ് സിംഗിന്റെ ശിഷ്യനായ അഭിഷേക് ശർമ്മ ഇതിനോടകം ഇടം കയ്യൻ സ്പിന്നർ എന്ന നിലയിൽ ഓവറുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്കു കെട്ടാനോ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാനോ അഭിഷേകിന് സാധിച്ചിട്ടില്ല എന്നതുകൂടി പറയണം. അതുകൊണ്ട് തന്നെ ബൗളിംഗിൽ തന്റെ മൂർച്ച കൂട്ടി സ്പിൻ ഓൾറൗണ്ടർ റോളിലേക്ക് എത്താൻ തന്നെയാണ് അഭിഷേക് കാത്തിരിക്കുന്നത് എന്നുകൂടിയാണ് എല്ലാവരും കൂട്ടിച്ചേർക്കുന്നത്. അഭിഷേകിന് വേണ്ടി മറ്റൊരു കാര്യം കൂടി എല്ലാവരും നോക്കുന്നുണ്ട്. നേരത്തെ തന്നെ അഭിഷേകിനൊരു വില്ലൻ ഉണ്ടെങ്കിൽ അത് സഞ്ജു ആണെന്നും അത് ഗില്ലിനും അങ്ങനെയാണെന്നും പന്തും ഇഷാൻ കിഷനും ഒക്കെ സഞ്ജു തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നതുകൂടി എടുത്തു പറയുകയും സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ ഒരു കാര്യത്തെപ്പറ്റി ഏറ്റെടുക്കുന്നു എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും വളരെ നന്നായി തന്നെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. എല്ലാവരും വളരെ നന്നായി സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാനാകൂ എന്നതാണ് സത്യം. നമ്മൾ ഒരിക്കൽ തഴയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ കാലവും എല്ലാ കാര്യത്തിലും നമ്മൾ തഴയപ്പെട്ടുകൊണ്ടിരിക്കും എന്നത് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. അത് ക്രിക്കറ്റിന്റെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ക്രിക്കറ്റ് പൊതുവെ നമ്മൾ അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകുമെന്ന് പൊതുവെ ആളുകൾ പറയുകയും ചെയ്യുന്നത് ശരിയായി തന്നെ എല്ലാവരും കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത്. ആരാധകർ വളരെയധികം ശ്രദ്ധിക്കുകയും എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുകയാണ് ഇരുവരോടും. എന്നാൽ ഇരുവരും എന്ത് പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് തന്നെ പറയാം. ഓപ്പണർ റോളിലേക്കുള്ള പോരാട്ടം ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സൂര്യവംശിയുടെ വരവോടെ തന്നെ ടി-20യിൽ ഓപ്പണർ സ്ഥാനം ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ ടീം മാനേജ്മെന്റിന്റെ ആശയക്കുഴപ്പം വല്ലാതെ തന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നു.